എൻ്റെ പേര് രാജേഷ് പിള്ളை. ഞാൻ പുഴവാത് ചങ്ങനാശ്ശേരി കൊട്ടാരമ്പലത്തിൻ്റെ അടുത്ത് രഞ്ജിനി എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് താമസിക്കുന്നത്. അച്ഛൻ രവീന്ദ്രനാഥ പിള്ളை ഗൾഫ് റിട്ടേൺ ആണ്. അമ്മ ഹൗസ് വൈഫ് ചിങ്ങവനം ചാന്ദനിക്കാട്ടിൽ അനിത പിള്ളை. മോന് എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ്. മോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് രാജേഷ് പിള്ള. പക്ഷെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം. അതായത് നമ്മളിപ്പോ ഒരു ടീം ഇന്ത്യയിലേക്കൊക്കെ സെലക്ഷൻ കിട്ടുക, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഒരു ഭാഗമാകുക എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. പക്ഷെ ഒരു അമ്പയർ എന്ന നിലയിലേക്ക് എങ്ങനെ എത്തിയത്? ഇതൊരു ജേർണിയാണ്. എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15-16 വർഷത്തെ ഒരു ജേർണിയാണ്. അത് UK പോയപ്പോഴേക്കും നമുക്ക് കളിക്കാൻ സമയം കിട്ടത്തില്ലായിരുന്നു, ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല. അപ്പോൾ അമ്പയറിൻ്റെ ചിലപ്പോൾ ഒരു വേക്കൻസി വരും. അപ്പം നമ്മൾ അതിനകത്ത് പോയി നിൽക്കുമായിരുന്നു. അങ്ങനെ ഒന്ന് കളി കാണാമായിരുന്നു. അപ്പം നമ്മൾ ഗ്രൗണ്ടിന് ആക്റ്റീവായിരുന്നു, കളി കാണാമായിരുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. അപ്പോൾ ലെഗ് അമ്പയറായിട്ട് നിർത്തുള്ളൂ, നമ്മൾ മെയിൻ അമ്പയറായിട്ട് നിർത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് വന്നു. അത് കഴിഞ്ഞ് തായ്ലാൻഡിൽ വന്നപ്പോഴേക്കും തായ്ലാൻഡിലെ കേരള സ്ട്രൈക്കേഴ്സ് എന്ന് പറഞ്ഞ ടീം ഉണ്ടാക്കി. ആ സമയത്ത് ഇതുപോലെ ഈ കളിയില്ലാത്ത സമയത്ത് പോയി അമ്പയർ ചെയ്യുമായിരുന്നു. വേറെ ടീമിൻ്റെ കളിയെല്ലാം കണ്ട് കുറച്ച് പഠിക്കാനും ഒക്കെ പറ്റുമായിരുന്നു. അവരുടെ ടാക്ടിക്സും അത് വെച്ചിട്ട് നമ്മുടെ ടാക്ടിക്സ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നൈജീരിയ വന്നപ്പോഴാണ് കുറച്ചുകൂടെ ഒന്ന് പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു ആലോചന വന്നത്. എന്നാൽ പിന്നെ ഒരു ചങ്ങനാശ്ശേരിക്കാരൻ വരട്ടെ എന്നുള്ള രീതിയിൽ തുടങ്ങി. അപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, നമുക്കൊന്ന് ഒരു സെൻട്രൽ സ്റ്റേജിൽ വന്നാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. അതൊരു 5-6 വർഷത്തെ സാറ്റർഡേ സൺഡേ വെയിൽ കൊള്ളുമായിരുന്നു. ലിറ്ററലി ഫാമിലി ഇല്ലായിരുന്നു. ഫാമിലി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സമയം ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. മിക്കവാറും ശനിയാഴ്ച പോയി 50 ഓവറിൻ്റെ മാച്ചാണ്. ആ സമയത്തൊക്കെ 50 ഓവർ വെയിൽ കൊള്ളും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് മാച്ച് ഉണ്ടാവും. അപ്പം മാച്ച് കളിക്കുമ്പോഴേക്കും നമ്മൾ തലേദിവസം കളിയുടെ ഫീൽഡിലുള്ളതുകൊണ്ട് നമുക്ക് ബോൾ നല്ലപോലെ കാണാം. നമ്മൾ വിക്കറ്റ് കീപ്പിങ്ങിനൊക്കെ കുറച്ച് ആക്റ്റീവ്. ഞാനും വിക്കറ്റ് കീപ്പറാണ്. അപ്പം എനിക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടുമായിരുന്നു. അങ്ങനെയാണ് തുടക്കം ഇതിലോട്ട് വരുന്നത്. ക്രിക്കറ്ററാണ്. ഞാൻ ഇപ്പോഴും കളിക്കുന്നുണ്ട്, കോമ്പറ്റേറ്റീവ് ഗെയിംസ് കളിക്കുന്നുണ്ട്. ഞാൻ വിക്കറ്റ് കീപ്പറാണ്. ഒരു 2 ഡൗൺ 3 ഡൗൺ ബാറ്റ്സ്മാനാണ്. അതിപ്പോഴും കളിക്കുന്നുണ്ട്. ഫിറ്റ്നസ് അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോവിഡ് ടൈമിലൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ കുറേ സമയം കിട്ടി പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പം ക്രിക്കറ്റിൻ്റെ ലോസ് ഉണ്ട്. അപ്പം നമ്മൾ ആ ലോസ് എല്ലാം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ കുറച്ച് സൗത്ത് ആഫ്രിക്കയായിട്ട് കണക്ട് ആയത്. സൗത്ത് ആഫ്രിക്ക എൻ്റെ ഹെഡ് ഓഫീസ് അവിടെയാണ്. അപ്പം ഞാൻ അവിടെ പോകാറുണ്ട്. അങ്ങനെ വന്ന് അവിടെ ഒരാളായിട്ട് കണക്ട് ആയി. അങ്ങനെ വന്നപ്പോൾ പുള്ളി പറഞ്ഞു level 1 ഉണ്ട്, level 2, level 3. അപ്പോൾ പല സ്റ്റേജസ് ഉണ്ടെന്നുള്ള ആ ഒരു കരിയർ പാത്ത് പറഞ്ഞു. അപ്പോൾ level 1 എഴുതി. അങ്ങനെ ഞങ്ങൾ ലാഗോസിലെ ഇതിൽ level 1 പാസ്സായി. കുറച്ച് ആൾക്കാർ പാസ്സായി. പിന്നെ അത് level 2 വന്നു. ഇപ്പോൾ level 3 പാസ്സായ 5-6 പേരേ ഉള്ളൂ ഞങ്ങൾ നൈജീരിയയിൽ. അപ്പം level 3 പാസ്സായി കഴിഞ്ഞപ്പോഴേക്കും ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്കയാണ്. ഇത് 10 ടെസ്റ്റ് പ്ലേ നേഷനിൽ ഒരു നേഷനാണ് സൗത്ത് ആഫ്രിക്ക. അപ്പം നമുക്ക് അതിൽ നിന്നാണ് ഈ level 3 വന്നിരിക്കുന്നത്. ആ level 3 വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നാഷണൽ പാനലിൽ നിന്ന് വന്നു. നാഷണൽ പാനലിൽ നിന്ന് പിന്നെ അത് റെക്കമെൻഡ് ചെയ്തു. ഇതിനകത്ത് നമ്മുടെ പെർഫോമൻസ് ഒരു മെയിൻ ഫാക്ടറാണ്. നമ്മളെ ഫീൽഡിലെ പെർഫോമൻസ്, നമ്മൾ കാണുന്ന അമ്പയറിൻ്റെ അല്ല, അവർക്ക് പെർഫോമൻസ് റേറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ ആ റേറ്റിംഗ്സിൽ ഇതായിട്ട് വന്നു. ഞാനൊരു നോൺ നൈജീരിയനാണ്. എന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ നമ്മൾ വേണം. അപ്പോൾ അത് നമ്മുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. level 3 പാസ്സായി. ഞാൻ ICCയുടെ level 1 തിയററ്റിക്കൽ അത് പാസ്സായി. പ്രാക്ടിക്കൽ ഈ ഓഗസ്റ്റിൽ നടക്കും അത്. അപ്പോൾ അതിൻ്റെ ഒരു ജേർണിയിലാണ് അത്. വലിയ കടമ്പകളൊക്കെയാണ്. അതിൻ്റെ പുറമെ വേറൊരു കാര്യം കൂടെ ആയി. മാർച്ചിൽ എന്നെ നൈജീരിയ ക്രിക്കറ്റ് ഫെഡറേഷൻ എന്നെ അമ്പയർ 2 സർട്ടിഫിക്കേഷന് വേണ്ടി ഇത് ചെയ്തു, നോമിനേറ്റ് ചെയ്തു. അത് പാസ്സായി. ഞങ്ങൾ എൻ്റെ 8-9 പേര് പാസ്സായി 15 പേരിൽ. അപ്പം 2 പാത്തുണ്ട്. ഒന്ന് ഓൺ ഫീൽഡ് അമ്പയറിംഗ് ഉണ്ട്, ഒന്ന് അമ്പയർമാരെ ട്രെയിൻ ചെയ്യുന്നത്. രണ്ട് പാത്ത് വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്, ഈ നമ്മുടെ ഫീൽഡിൽ 2 അമ്പയർമാർ കാണുമല്ലോ. അപ്പം നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇത് കമ്മ്യൂണിക്കേഷൻ വെരി കീ ആണ്. 2 പേര് എന്ന് പറഞ്ഞാൽ ഒരു വോയിസ് ആയിരിക്കണം. നമ്മൾ ആ ഗ്രൗണ്ടിൽ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നല്ല ഇതായിരിക്കും. അത് നോർമലി ബിഫോർ ദ മാച്ച്. അപ്പം അവരുമായിട്ടുള്ള നല്ലതായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെയുള്ള ഒരു റിഫ്രഷ് നടത്തും. പല ആൾക്കാർ പല കൺട്രി, ഞാൻ ഇപ്പോൾ 9 രാജ്യങ്ങൾ പോയിട്ടുണ്ട്, പല ടൂർണമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പല ആൾക്കാരുമായിട്ട് നമ്മൾ സിങ്ക് ആകണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യും. അപ്പോൾ സിങ്ക് ആവും. നമ്മൾ കുറേ വർത്തമാനം ഇത് ചെയ്യും, എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള. ഇപ്പം ഈവൻ ലെഗിൽ നിൽക്കുന്ന അമ്പയർ ആണെങ്കിൽ പല സൈൻസ് കാണിക്കാറുണ്ട്. അത് നമ്മൾ കാണാറില്ല, TV അല്ലല്ല. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പല ഇതിലുണ്ട്. ഇപ്പം 3 ബോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈൻ കാണിക്കും. 2 ബോളിലൂടെ റിമൈനിങ് ചെയ്യുമ്പോൾ കാണിക്കും. 1 ബോളിലൂടെ ഉണ്ടെങ്കിൽ കാണിക്കും. പിന്നെ ചിലപ്പം ബാറ്റ്സ്മാൻ ക്രീസിന് വെളിയിലാണെങ്കിൽ അത് കാണിക്കും. അപ്പൊ ഇതൊക്കെ അവരറിയാതല്ലേ കാണിക്കുന്നത്? ഇത് മിക്കവാറുള്ള പ്ലേയേഴ്സിന് അറിയില്ല. ഈ അമ്പയർ തമ്മിലുള്ള ഇപ്പൊ പറയുന്നതുകൊണ്ട് ഇനിയിപ്പോ എല്ലാവരും നോക്കും.
അത് കാണിക്കാറുണ്ട്. ചിലപ്പം ക്രീസിന് വെളിയിലായിരിക്കും, അപ്പോൾ നമ്മൾ കാണിക്കുക എത്ര വെളിയിലാണെന്നുള്ളത് കാണിക്കുക. അപ്പോൾ അത് അമ്പയറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വെരി കീ ആണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറുണ്ട്. പിന്നെ ചില ഡിസിഷൻസ് വരുമ്പം മെയിനായിട്ടുള്ള ലെഗ് അമ്പയറിനെ നോക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാഡേ തട്ടിപ്പോവും, അല്ലെങ്കിൽ ഗ്ലൗസ് തട്ടി വരുന്നത് ചിലപ്പോൾ ലെഗ് നിൽക്കുന്ന അമ്പയറിന് കാണാൻ പറ്റും ആ ഒരു ഇത്. അപ്പം നമ്മൾ ചിലപ്പം ഒന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് ഗ്ലൗസിൽ നിന്ന് പോയെന്നുള്ള ഇത് കാണിക്കും. അപ്പോൾ പുള്ളിയുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് തേർഡ് അമ്പയർ ഓപ്ഷൻ ഉണ്ട്. തേർഡ് അമ്പയർ ഓപ്ഷൻ വരുമ്പം കുറച്ചുകൂടെ റിലാക്സ് ആണ് അമ്പയർ. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു നല്ലൊരു കാര്യമാണ്. പക്ഷേ അമ്പയേഴ്സ് ഈവൻ ഒരു പ്ലെയർ ആണെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ബോൾ പോയത്, എങ്ങനെയാണ് കളിച്ചത്. അപ്പോൾ നമുക്ക് അത് കുറച്ചുകൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതെ, പക്ഷേ എല്ലാ കാര്യങ്ങളും നമുക്ക് തേർഡ് അമ്പയറിന് കൊടുക്കാനും പറ്റില്ല. നമ്മൾ തന്നെ മാക്സിമം ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം ഒരു കോൺട്രവേഴ്സി വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പോകുന്നത്. ഈ പലപ്പോഴും പല ഗെയിമുകളിലും ഈ അമ്പയർമാര് പഴി കേൾക്കാറുണ്ട്. ഔട്ട് പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്ന കാര്യങ്ങളിലൊക്കെ അതെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അത് നോക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഫെയർ ആയിട്ട് ചെയ്യുക. നമ്മൾ ആ ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇന്ത്യൻ ടീമാണോ, നൈജീരിയൻ ടീമാണോ, കെനിയൻ ടീമാണോ ഒന്നും നോക്കാൻ പാടില്ല. നമ്മളൊരു ഗെയിം ഒഫീഷ്യേറ്റ് ചെയ്യാണ്, നമ്മൾ അതിന്റെ ഒരു റെസ്പെക്ട് കാണിക്കണം. പിന്നെ ഡിസിഷൻസ് ഹ്യൂമൻ ബീയിങ് ആണ്. ചില എറേഴ്സ് വന്നിരിക്കും, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി തേർഡ് അമ്പയർ ഉണ്ട്. നമ്മളത് വിളിച്ചില്ല എന്നുണ്ടെങ്കിലും അതൊരു പാർട്ട് ഓഫ് ഇതാണ്. പഴി കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളത് കേൾക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അത് പാർട്ട് ഓഫ് ദ ഗെയിമാണ്. അത് ഒരു ടീമിനെ ജയിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ എന്ത് വേണമെങ്കിലും ഇതാകുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഇത് ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടെ ഒരു കോമ്പറ്റീറ്റീവ് ലെവലിൽ നിന്ന് കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റിലോട്ട് വരുമ്പോഴേക്കും അങ്ങനത്തെ കാര്യങ്ങൾ കുറയും. കാരണം അവർക്കറിയാം കുറച്ചുകൂടെ പ്രൊഫഷണൽ കാണിക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. ചില ടീമിനാണെങ്കിൽ അവരുടെ ഡെയിലി അലവൻസ് വരെ കട്ട് ചെയ്യും പ്രശ്നം ഉണ്ടാക്കിയത്. ഞാനിപ്പോൾ ചെയ്ത ഒരു ടീമിൽ ഇങ്ങനെ ഒരു ഒച്ച വരുന്ന സമയത്ത് അവർ ആ ക്യാപ്റ്റൻ വന്ന് വാൺ ചെയ്യുന്നുണ്ട്, നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതൊക്കെ നല്ല കാര്യമാണ്. എന്നാൽ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്കമിങ് നേഷൻസിന്റെ പ്ലേയേഴ്സിനെ അവർ മെച്യൂരിറ്റി ആക്കിക്കൊണ്ട് ഇന്ത്യൻ ടീമിനെ നോക്കണ്ട, അവർ ഓൾറെഡി മെച്യൂർഡ് ആണ്. പക്ഷെ നമ്മൾ നോക്കി ആഫ്രിക്കൻ ടീം പല ടീമും കയറി വരുന്നേ ഉള്ളൂ. അവർക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതെ. എങ്ങനെയുണ്ടായിരുന്നു നൈജീരിയൻ എക്സ്പീരിയൻസ് ഒക്കെ? നൈജീരിയ എക്സ്പീരിയൻസ് കൊള്ളാം. ഇപ്പൊ ഈ കഴിഞ്ഞ മാച്ചാണോ? കഴിഞ്ഞ മാച്ച് നൈറോബിയിലായിരുന്നു, കെനിയയിലായിരുന്നു. കെനിയയിലെ എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ ഇപ്പം 10-15 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അത്ര പ്രഷർ ഫീൽ ചെയ്തില്ല. പിന്നെ കൂടെയുള്ള അമ്പയർ സീനിയറാണ്. അപ്പം നമുക്ക് ഒരു 1.5 മണിക്കൂർ അവിടെ മുമ്പ് ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ബ്രീഫിംഗ് ഒക്കെ കിട്ടിയായിരുന്നു. പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിലോട്ട് വരുമ്പോൾ ചെറിയൊരു ബ്രീഫിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ക്യാമറാസ് നമ്മൾ നോക്കുന്നുണ്ട്, നമ്മൾ ഫോൺ എടുക്കാൻ പാടില്ല, നമുക്ക് ഡഗ് ഔട്ട് ഉണ്ട്, അവിടെ ഇരിക്കാൻ പാടുള്ളൂ. ഈവൻ വാഷ്റൂം വരെ നമുക്ക് സെപ്പറേറ്റ് ആയിരിക്കും, അവിടെ പോകുള്ളൂ. കൂടുതൽ ആൾക്കാരോട് സംസാരിക്കാൻ പാടില്ല. അങ്ങനത്തെയൊക്കെ കുറേ ഇതുണ്ട്. ഒഫീഷ്യൽസിനോട് മാത്രമേ സംസാരിക്കാൻ നമുക്കുള്ള ഇതുണ്ട്. അപ്പം കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു. ഗ്രൗണ്ടിൽ നോർമലായിട്ട് പോയി. എനിക്ക് വലിയ ഇത് പ്രഷറോ അതൊന്നും ഫീൽ ചെയ്തില്ല ആദ്യത്തെ മാച്ച് എന്നുള്ളത്. രണ്ടാമത്തെ മാച്ച് വന്നപ്പോഴേക്കും സ്മൂത്തായി. ഇനി നെക്സ്റ്റ് മാച്ച് ഇനിയിപ്പോ ഈ വർഷം അലൊക്കേഷൻ ഒരു 4 ടൂർണമെന്റ് വരുന്നുണ്ട് ആഫ്രിക്ക റീജിയനിൽ നിന്ന്. അപ്പൊ അതിൽ ഏതെങ്കിലും ആയിരിക്കും അലൊക്കേറ്റ് ചെയ്യുന്നത്. അതിപ്പം വരുന്നതെന്ന് വെച്ചാൽ Under-19 വേൾഡ് കപ്പ് ക്വാളിഫയർ നടക്കുന്നുണ്ട്. 4 സ്റ്റേജിൽ 3 സ്റ്റേജിന്റെ അലൊക്കേഷൻ ഇനി കിടക്കുന്നു. Under-19 വിമൻസ് ഇത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് 2026 ODI വേൾഡ് കപ്പ് ക്വാളിഫയർ ആഫ്രിക്ക റീജിയനിൽ നടക്കുന്നു. അത് വരുന്നുണ്ട്. 4ാമത് 7 നേഷൻ ടൂർണമെന്റ് നൈജീരിയ വരുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ അലൊക്കേഷൻ വരും. ഞാൻ എൻ്റെ കയ്യിലല്ല, അതൊക്കെ അലൊക്കേഷൻ അവിടുന്ന് വരികയാണ്. ഓക്കെ. അപ്പം ഈ അമ്പയർ എന്നതിലുപരി സാർ ഒരു വർക്കിംഗ് പേഴ്സൺ കൂടെ ആണല്ലേ? എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ നൈജീരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ഡയറക്ടറായിട്ട് ടെലികോം ഫീൽഡിലാണ്. 28 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഇതും കൊണ്ടുവന്നു. 15 കൺട്രിയിൽ ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്തു. ഇതിന്റെ കൂടെ വേറെ ഉണ്ട്. ഞാൻ ഒരു ട്രാവലറാണ്. 124 രാജ്യങ്ങളിലായി. അപ്പം എല്ലാം ഉണ്ട്. കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. എല്ലാം 124ആയി. ഇപ്പം 100 ടാർഗറ്റ്. 124ആയി, ദൈവം സഹായിച്ച്. 200 ആക്കണം. ഇല്ല, 200ലേക്ക് ഇല്ല. ഇപ്പൊ കരീബിയൻ ഐലൻഡ്സ് ഒന്ന് പോകണം, അവിടെ എക്സ്പ്ലോർ ചെയ്യാണ്ട്. ബഹാമാസ് മാത്രമേ പോയിട്ടുള്ളൂ, ബാക്കി എക്സ്പ്ലോർ ചെയ്യാണ്ട്. ഇനി എന്തെങ്കിലും ഇന്ത്യയുടെ ഒരു സീരീസ് വരുന്ന സമയത്ത് പോകണം. ആ സമയത്ത് അത് എക്സ്പ്ലോർ ചെയ്യണം. അപ്പം ഇതിനകത്തൊക്കെ നമ്മുടെ കുറെ അഡ്വാൻറ്റേജ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പല നേഷനിൽ നമ്മൾ പോകുമ്പോൾ അവരുടെയൊക്കെ പല കൾച്ചറാണ്. നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഇവൻ ജോലിയുടെ കാര്യത്തിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റി. ഇതിന്റെ കാര്യത്തിലാണെങ്കിൽ പല നേഷനായിട്ട് നമ്മൾ വരുമ്പോഴേക്കും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ കൾച്ചർ നമുക്ക് അറിയാം.
അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ എന്നാലും താങ്ക് യു സോ മച്ച് ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയതിനൊപ്പം. ഒരു ചങ്ങനാശ്ശേരിക്കാരനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അമ്പയർ ആയിട്ട്. നമ്മൾ കണ്ടല്ലോ, അമ്പയറിനെ കണ്ടല്ലോ, ഇനി നമ്മൾ ടി വിയിൽ മാത്രമല്ല നേരിട്ടും കണ്ടിരിക്കുകയാണ്. അപ്പം എനിവേ താങ്ക് യു സോ മച്ച്. ഇനി നടക്കാൻ പോകുന്ന എല്ലാ മാച്ചിനും എല്ലാ ആശംസകളും, ഇനി ഒരുപാട് രാജ്യങ്ങൾ കാണാനും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഓക്കെ.